പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണത്തിൽ കൂടുതൽ ബിജെപി പ്രവർത്തകരുണ്ടെന്ന് സിപിഎം. മതസ്പർദ്ധയുണ്ടാക്കുകയാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ അജീഷും സിപിഎം ലോക്കൽ സെക്രട്ടറി സി പ്രശാന്തും മീഡിയ വണിനോട് പറഞ്ഞു. കരോൾ സംഘത്തെ ആക്രമിച്ചതിൽ ആർഎസ്എസുകാരനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തരേന്ത്യൻ മാതൃകയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പാലക്കാട് പുതുശ്ശേരിയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്നോടൊപ്പം CPMന്റെ ലോക്കൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേരിലുള്ളൊരു ബാൻഡ് ഉപയോഗിച്ചതിനാണ് ഈ ആക്രമണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ബാൻഡ് നിങ്ങൾ പുറത്തങ്ങനെ കൊടുക്കാറുണ്ടോ? നമ്മൾ ആളുകൾക്ക് കൊടുക്കാറില്ല. പക്ഷേ ഈ കുട്ടികൾ എന്ന് പറഞ്ഞ് വരുമ്പോൾ വളരെ ചെറിയ കുട്ടികളാണ്, 15 വയസ്സിൽ താഴെയുള്ള വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ ഒരാവശ്യമായി ഉന്നയിച്ച് വരുമ്പോൾ ഈ സാധനം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കാതിരുന്നുള്ള മാനസികമായ ഒരു വിഷമം ഉണ്ടാക്കേണ്ട. അവർ പുറത്ത് പോയി വലിയ പൈസയ്ക്ക് വാടകയ്ക്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നമ്മളെന്തായാലും സമ്മേളന കാലഘട്ടങ്ങളിലാണ് ഇതെല്ലാം ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പേർക്ക് നമ്മൾ കൊടുക്കും. രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഇത്തരത്തിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സമ്മേളന കാലത്തിലാണ് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. CPIM പുതുശ്ശേരി ഏരിയ കമ്മിറ്റി എന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടികൾക്കെതിരെ നല്ല നിലയിലുള്ള അസഭ്യവർഷവും അതുപോലെ തന്നെ തല്ലാൻ ഓടിക്കുകയും ഈ സാധനം ഇട്ടിട്ട് ഓടിയപ്പോൾ അതിനെ ചവിട്ടി പൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്നലെ തുടങ്ങിയല്ലേ. പുതുശ്ശേരി പഞ്ചായത്തിനകത്ത് നല്ല നിലയിൽ സമാധാനം ഒരു അന്തരീക്ഷം ഏതാണ്ട് 10-15 വർഷത്തോളമായി നല്ല നിലയിൽ നടന്നു പോകുന്നത്. ഇത് തകർക്കുക എന്ന ഉദ്ദേശത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വർഗീയ സംഘടനകളായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾ, കുറച്ച് ആളുകളെ അവർ വെള്ളവും അതുപോലെ തന്നെ മരുന്നും എല്ലാം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലാത്ത ആൾക്കാരെ വളർത്തിക്കൊണ്ടുപോയി. ഈ കുട്ടികൾക്ക് വ്യക്തമായ രാഷ്ട്രീയം പോലും ഇല്ല. ഈ കുട്ടികളെ ഈ കാലിലേക്കൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. അതെ, കുട്ടികളെ ചെറിയ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ വീട്ടിൽ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റിയ സ്വാഭാവികം നമുക്ക് വിഷമം വന്നല്ലോ. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്നത് ഈ നാട്ടിൽ RSSകാർ. സ്വന്തം വീട്ടിലും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ആ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകളും കാണിക്കാൻ പറ്റില്ല. അത്രയും ചെറിയൊരു കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെടുന്നത്. ഇതിലിപ്പോൾ ഒരാളാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ പേര് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടുതൽ പേരുണ്ട് എന്നാണ് കുട്ടികൾ. പക്ഷേ ഈ കുട്ടികൾക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇപ്പോഴും അവർക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇവരുടെ പേരെന്താണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അവിടെ കണ്ടു നിന്ന ഒരാളാണ് ഇന്ന ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഇന്നലെ പോലീസിനോട് പറഞ്ഞപ്പോഴാണ് കൃത്യമായി പോലീസ് അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ പരാതി കൊടുത്ത് 1 മണിക്കൂറിനകം തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ആക്രമിച്ചു, ബാൻഡ് പൊട്ടിച്ചു എന്നുള്ളതിനപ്പുറം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കൽ കൂടി അവരുടെ ലക്ഷ്യമാണോ? തീർച്ചയായും അതിൻ്റെ 2 ലക്ഷ്യം. അതായത് ഈ നാടിനകത്ത് സമാധാന അന്തരീക്ഷം കുറച്ച് കാലം നന്നായി പോകുന്നത്. ഇവിടെ ജാതി നോക്കിയാണ് ഇവരുടെ രാഷ്ട്രീയം നടത്തുന്നത്. ഈ കുട്ടികൾ മാത്രം അടങ്ങുന്ന ഒരു ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായും അവരെ പോലീസ് അന്വേഷിക്കുന്നതുമായാണ് അറിയുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.